കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ ജീവിതത്തിൽ ആദ്യമായി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ഒരുക്കത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് പാപത്തെക്കുറിച്ചാണ്. പാപം എങ്ങനെ ഉത്ഭവിച്ചു? പാപം മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ ആത്മാവിനെ എങ്ങനെ മലിനമാക്കുന്നു? പാപത്തിന്റെ ദൂഷ്യവശങ്ങൾ എന്തെല്ലാമാണ്? പാപത്തിൽ നിന്നകന്ന് എങ്ങനെ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം? ആദ്യ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ജീവിതത്തിന്റെ അന്ത്യത്തോളം എങ്ങനെ വിശുദ്ധിയോടെ കൂടെ തുടരാം എന്നുള്ള കാര്യങ്ങൾ നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് പാപം അതിനെക്കുറിച്ച് നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ് പാപം എന്നത്, അല്ലേ? അപ്പം നിങ്ങൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അമ്മയും പപ്പയും ഒക്കെ നിങ്ങളോട് പറയും, അല്ലേ, അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് പാപമാണ് എന്ന് പറയും. അപ്പോൾ ആ പാപം എന്ന വാക്ക് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. പക്ഷേ എന്താണ് പാപം? എങ്ങനെയാണ് പാപം ഉണ്ടാകുന്നത്? എങ്ങനെ പാപം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു? നമ്മൾ അതിൽ അറിഞ്ഞും അറിയാതെയും പെട്ടുപോകുന്നു? എങ്ങനെ പാപത്തിൽ നിന്ന് മോചനം നേടാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, പാപം നിയമലംഘനമാണ്, സ്നേഹത്തിൻ്റെ നിരസനമാണ്. പാപം മുളയെടുക്കുന്നത് മനോഭാവത്തിലാണ്, മനസാക്ഷിയിലാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ആദാമിനോടും ഹവ്വയോടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഏദൻ തോട്ടത്തിൽ എങ്ങനെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നൽകിയ നിർദ്ദേശങ്ങൾ തന്നെയാണ് നിയമങ്ങൾ. ആ നിയമങ്ങൾ ലംഘിച്ചപ്പോഴാണ് അവിടെ പാപം ഉത്ഭവിക്കുന്നത്. അതുപോലെ ഒരു വ്യക്തിയുടെ മനസ്സിൽ പാപം ഉത്ഭവിക്കുന്നത് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പം നിങ്ങൾക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, കാത്, മൂക്ക്, നാവ്, ത്വക്ക്, അല്ലേ? ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതിലുമൊക്കെ അസാധാരണമായി ആകൃഷ്ടരാകുകയും അതൊരു ആഗ്രഹമായി, അത് നേടണം എന്നുള്ള ആഗ്രഹമായി മാറി അത് ആസക്തിയായി രൂപം കൊള്ളുന്നു. ഇവ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ മനസാക്ഷിയെ സമ്മർദ്ദത്തിലാക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളെ പ്രാവർത്തികമാക്കാൻ ഒരു പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ മനസ്സിലുണ്ടാകുന്ന തെറ്റായ പ്രേരണകൾക്ക് നമ്മൾ വിധേയരാകുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? സർപ്പത്തിൻ്റെ വാക്കുകളിലൂടെ ഹവ്വായും ഹവ്വായുടെ വാക്കുകളിലൂടെ ആദവും പാപത്തിൽ വീഴുന്നു, അല്ലേ? ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോൾ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പൊതുവേ പറയപ്പെടുന്നത് പാപത്തിനൊരു സുഖമുണ്ടെന്നാണ്. പാപം ചെയ്യുമ്പോൾ ഒരു സുഖം ചെയ്യുന്നുണ്ട്. ആരും അറിയാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന സാമർഥ്യത്തിൻ്റെ സുഖം ആകാം. പക്ഷേ അത് താൽക്കാലികമാണ്. ഏതൊരു വ്യക്തി എന്തു പാപം ചെയ്താലും ആ താൽക്കാലിക സുഖം അവസാനിച്ച് കഴിയുമ്പോൾ ആ ചെയ്ത തെറ്റിന് തനിക്ക് തന്നെയും മറ്റുള്ളവർക്ക് മുഴുവനും ആ പാപം വലിയ അരോചകമായും പാപം ചെയ്ത വ്യക്തിക്ക് അത് വലിയ ഭാരമായും അനുഭവപ്പെടും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ കഥയായിട്ടും പാട്ടായിട്ടും ഒക്കെ പലാവർത്തി കേട്ടും ഉരുവിട്ടും ഒക്കെ സുപരിചിതമായ ഒരു സംഭവം. ഏതാത്? ആബേലിൻ്റെ കാഴ്ച സമർപ്പണം, അല്ലേ? അപ്പോൾ ദൈവം ആബേലിൻ്റെ കാഴ്ച സമർപ്പണത്തിൽ പ്രസാദിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? കായേലിൻ്റെ മനോഭാവത്തിന് മാറ്റം വന്നു, അല്ലേ? അപ്പോൾ കായേലിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ? ദൈവം കായേലിനെയും ആബേലിനെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവാണല്ലേ? പക്ഷേ ഇവിടെ കായേലിൻ്റെ കോപവും മുഖവാട്ടവും ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ? ഇല്ല. എന്നിട്ട് അപ്പോൾ ദൈവം കായേലിനോട് പറയുന്നുണ്ട്, പാപം നിന്നെ കാത്തിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എന്നാൽ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സ്നേഹപൂർവമായ ഉപദേശത്തെ നിരസിച്ച കായേലിൻ്റെ മനോഭാവം ദുഷിച്ചെങ്ങനെയൊക്കെയായി മാറി? അസൂയ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, കൊലപാതകം വരെ അത് എത്തിത്തീർന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ ബഹുമാനമുള്ള വികാരി അച്ഛന്മാരും സ്നേഹമുള്ള സിസ്റ്റേഴ്സും നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും മാതാപിതാക്കളുമൊക്കെ സ്നേഹപൂർവ്വമായി നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളുണ്ട്. പാപം ചെയ്യാതെ വിശുദ്ധിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നിരന്തരം നിങ്ങളെ വഴിതെളിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഉപദേശം സ്നേഹപൂർവ്വം നിങ്ങൾ സ്വീകരിക്കുകയും അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ നിരന്തരം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11-19 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു:
വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കാരണം ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. പാപം എങ്ങനെ ഉത്ഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എവിടെ നിന്നാണ്? മനസ്സിൽ നിന്നാണ്, മനസ്സാക്ഷിയിൽ നിന്നാണ്, അല്ലെ? അതുപോലെ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, നമ്മുടെ വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്ന ദുഷ്ചിന്തകൾ, തെറ്റായ ചിന്തകൾ, മറ്റുള്ളവരോട് തോന്നുന്ന അമിതമായ കോപം, മറ്റൊരുവൻ്റെ മരണം സംഭവിച്ചു കാണണമെന്ന് ഒരു നിമിഷം ആലോചിച്ച് പോയിട്ടുണ്ട് എങ്കിൽ അത് കൊലപാതകത്തിന് തുല്യമാണ്. അതുപോലെ കൊലപാതകവും പരസംഗം, വ്യഭിചാരം, ഈ പരസംഗം, വ്യഭിചാരമൊക്കെ ഒരു പരിധിവരെ നമ്മുടെ തെറ്റായ റിലേഷൻഷിപ്സുകളിൽ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ തെറ്റായ ബന്ധങ്ങൾ ഈ പരസംഗം, വ്യഭിചാരം എന്നീ വലിയ തെറ്റുകളിലേക്ക്, അതുപോലെ മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം ഇവയിലെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി ഹൃദയത്തെയും നമ്മെ തന്നെയും മലിനമാക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് കള്ളസാക്ഷ്യം? ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുക, അതുപോലെ ഒരാൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുക, നമ്മൾ കാണാത്ത കാര്യം കണ്ടു എന്ന് പറയുക, ഇതൊക്കെ കള്ളസാക്ഷ്യമാണ്. അതുപോലെ പരദൂഷണം, മറ്റുള്ളവരെക്കുറിച്ച് ദുഷിച്ചു പറയുക, മറ്റുള്ളവരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുക, അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പരദൂഷണമാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ, ഹൃദയത്തെ, വ്യക്തി ജീവിതത്തെ അപമാനിച്ചുകൊണ്ടോ അവഹേളിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ നമ്മുടെ വായിൽ നിന്നൊരു വാക്കുപോലും വരാതിരിക്കാൻ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കേറെ സുപരിചിതമായ ഒരു സംഭവമാണ് ദാവീദ് പാപത്തിലേക്ക് വീഴുന്നത്. എങ്ങനെയാണ്? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുന്ന ദാവീദിനെ തേടി പാപ സാഹചര്യം എത്തുന്നു. പ്രലോഭനത്തിൽ വഴങ്ങിയപ്പോൾ വ്യഭിചാരത്തിൽ വീഴുന്നു. തുടർന്ന് വഞ്ചന ആലോചിക്കുന്നു, ഊറിയായെ കൊല്ലാനിടയാകുന്നു, അല്ലേ? അപ്പോൾ മനസ്സാക്ഷി വിശുദ്ധമായി സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മെ ഓരോരുത്തരെയും, ഇപ്പോൾ വിശുദ്ധിയിൽ കഴിയുന്ന നിങ്ങളെ ഓരോരുത്തരെയും വഴിതെറ്റിപ്പിക്കാൻ പതിയിരിക്കുന്ന പാപം ഉള്ളിൽ പ്രവേശിച്ച് മനോഭാവത്തെ, നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കും. ഒരു പാപം മറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് പല പാപങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുകയും വീണ്ടും വീണ്ടും പാപത്തിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്യും. ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എനിക്ക് പാപമില്ല എന്ന്. കാരണം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. കാരണം പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മളിൽ ഓരോരുത്തരും, നിങ്ങളിലും എന്തുണ്ട്? പാപം ഉണ്ട്, നിങ്ങൾ പാപികളാണ്. ആ പാപത്തെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ കൂടെ വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. ഓക്കെ, ആദ്യ കുർബാന സ്വീകരണത്തിനൊരുങ്ങുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾക്ക് പാപം ഇല്ല എന്ന്. കാരണം നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുമെന്ന് 1 യോഹന്നാൻ 1:8 പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് സങ്കീർത്തനങ്ങൾ 51:5 പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:2 ഇങ്ങനെ പറയുന്നു. അതുമാത്രമല്ല, ഏവരും ജന്മപാപമുള്ളവരാണ്, അല്ലേ? ജനിച്ചപ്പോൾ തന്നെ പാപമുണ്ട്. ആ പാപത്തിൽ നിന്ന് വിശുദ്ധീകരണമാണ് നാം തേടേണ്ടത്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വളരെ കുഞ്ഞു പ്രായം മുതൽ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ സംസാരിച്ച് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ പറയും, എൻ്റെ ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന്, അല്ലേ? ഇപ്പോഴും അത് പറയുന്നുണ്ട്, എൻ്റെ ഈശോയെ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. അപ്പോൾ ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കള്ളം പറയാറുണ്ടോ? ഏത് കാര്യത്തിലാണ്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, ഒപ്പം എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ നിങ്ങൾ കള്ളം പറയുകയല്ലേ? അപ്പോൾ അങ്ങനെ കള്ളം പറയാനിട വരരുത്. അതുപോലെ സഹോദരനെ ദ്വേഷിക്കുന്നവൻ, വെറുക്കുന്നവൻ അന്ധകാരത്തിലും ഇരുട്ടിലുമാണ്. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ വെറുക്കുകയോ
അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊന്നും ചെയ്യരുത്. അതുപോലെ ലോകമോഹങ്ങൾ, ജഡത്തിൻ്റെ അതായത് ശരീരത്തിൻ്റെയും കണ്ണിൻ്റെയും ദുരാശ, മോശം ആഗ്രഹം, ജീവിതത്തിൻ്റെ അഹന്ത, അഹങ്കാരം ഇവയെല്ലാം പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നവയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മിൽ പാപം ഉത്ഭവിക്കുന്നതിന് എങ്ങനെയാണ്? പ്രധാനമായും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണെന്ന് പറഞ്ഞു അല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പറയുന്നതാണ് അഹന്ത. അപ്പം എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത്. നിങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും അല്ലെങ്കിൽ സൗഭാഗ്യത്തെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിനു മുൻപാകെ എളിമപ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അഹന്ത എന്ന പാപം കടന്നു വരില്ല. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ലംഘനം നിയമത്തിൻ്റെ ലംഘനമാണ്, നിയമത്തിൻ്റെ ലംഘനം പാപമാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനും എളിമപ്പെട്ട് ജീവിക്കുവാനും നിങ്ങൾ നന്നായി പരിശീലിക്കണം. പാപം എങ്ങനെ ഉണ്ടായി? അപ്പോൾ പലപ്പോഴും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ, പാപം എന്ന ഒരു തിന്മ ഈ ഭൂമിയിൽ ഇല്ലാതിരുന്നു എങ്കിൽ എത്ര നന്നായേനെ എന്ന് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ പാപം ഉണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കൂ, ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചപ്പോൾ പാപം ലോകത്തിലുണ്ടായി. പാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ദൈവനിഷേധവും അവിടത്തോടുള്ള എതിർപ്പുമാണ്. അപ്പോൾ മനുഷ്യന് ദൈവം നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ നാം ദുരുപയോഗം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും പാപം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് ദൈവനിഷേധമാണ്. ദൈവഭയമില്ലായ്മ, ദൈവസ്നേഹമില്ലായ്മ, ഇതൊക്കെ പാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളാണ്. എൻ്റെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും ഒപ്പം ദൈവത്തെ ഭയന്ന് ജീവിക്കുകയും ദൈവഭയമുള്ളവരായി ജീവിക്കുകയും ചെയ്യണം. നോക്കൂ, പാപത്തിൻ്റെ വിഭജനം. പാപം എത്ര തരമുണ്ട്? പാപം 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ഉത്ഭവ പാപവും അല്ലെങ്കിൽ ജന്മപാപം, പിന്നെ ഒന്ന് കർമ്മപാപം. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഉത്ഭവ പാപം എന്നാൽ എന്ത്? നോക്കൂ, ആദിമാതാപിതാക്കളുടെ പാപം മൂലമുണ്ടായ മനുഷ്യവംശത്തിൻ്റെ പാപാവസ്ഥയിലുള്ള പങ്കാളിത്തമാണ് ഉത്ഭവ പാപം. ആദിമാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവത്തോട് അനുസരണക്കേട് കാട്ടി അല്ലേ? അങ്ങനെ അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അതൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ഉണ്ടായ പാപം ആ മനുഷ്യവംശത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇപ്പോൾ വരെയും, ഇപ്പോഴുള്ള നമ്മുടെ ഈ തലമുറകളായി ആ പാപം എന്താണ്? ഉത്ഭവ പാപമായി നമ്മിൽ ഉണ്ട്. ഇതിനെയാണ് ഉത്ഭവ പാപം എന്ന് പറയുന്നത്. ഇനി കർമ്മപാപം എന്നാൽ എന്ത്? നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രായമായതിനു ശേഷം ഓരോ മനുഷ്യനും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിചാരം കൊണ്ടും ഉപേക്ഷ കൊണ്ടും ചെയ്യുന്ന പ്രമാണ ലംഘനമാണ് കർമ്മപാപം. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അല്ലേ? അപ്പോൾ നമുക്കറിയാം തെറ്റ് ഏത്, ശരി ഏത്, നന്മ ഏത്, തിന്മ ഏത് എന്ന് നാം തിരിച്ചറിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഒരു കാര്യം ചെയ്യുന്നത് അത് തെറ്റാണ്, തിന്മയാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും ഒരു വ്യക്തി, ഒരു മനുഷ്യൻ അയാളുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ചിന്ത കൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷ കൊണ്ട് ഒക്കെ ചെയ്യുന്ന കൽപ്പനകളുടെ അല്ലെങ്കിൽ നിയമങ്ങളുടെ ലംഘനമാണ്, പ്രമാണ ലംഘനമാണ് കർമ്മപാപം. ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ഇപ്പോൾ അറിയാം നന്മ ഏത്, തിന്മ ഏത് എന്നൊക്കെ തിരിച്ചറിയാൻ പ്രായമായിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? പ്രമാണങ്ങൾ, കൽപ്പനകൾ ലംഘിക്കാൻ പാടില്ല. അത് പാപമാണ്. ഇനി ഉപേക്ഷയാലുള്ള പാപം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ് ഉപേക്ഷയാലുള്ള പാപം. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലായാലും വീട്ടിലായാലും നിങ്ങളുടെ ചുറ്റിലുമായിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ, സഹായം ചെയ്യാനുള്ള പല അവസരങ്ങളും ഒരു ദിവസം ഉണ്ടാകാം അല്ലേ? അപ്പോൾ ഒരു സഹായമാണ്, ഒരു നന്മയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണ്ട, അങ്ങനെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല എന്ന് നാം മാറ്റിവെക്കും അല്ലേ? ചെയ്യാതിരിക്കും. ചെയ്യേണ്ട നന്മ, അതൊരു നന്മയാണ്, ഒരു സഹായമാണ് ചെയ്യാൻ വേണ്ടി ഒരു സാഹചര്യം വരുന്നത്. പക്ഷേ
മനഃപൂർവ്വമായി അങ്ങനെ ഒരു നന്മ ചെയ്യാനായിട്ട് മുന്നോട്ട് ചെയ്യാതിരിക്കുന്നതിനെയാണ് ഉപേക്ഷയാലുള്ള പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ഉപേക്ഷയാലുള്ള പാപത്തിൽ നിന്ന് നാം മുക്തരാകണം. കർമ്മപാപം എത്ര തരമുണ്ട്, ഏതെല്ലാം? കർമ്മപാപം 2 തരമുണ്ട്. ഒന്ന് മാരകപാപം, 2 ലഘുപാപം. അപ്പോൾ എന്താണ് മാരകപാപമെന്നും എന്താണ് ലഘുപാപമെന്നും നോക്കാം. മാരകപാപം എന്നാൽ എന്ത്? പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും സ്വന്തം തീരുമാനമനുസരിച്ചും ഏതെങ്കിലും ഗുരുതരമായ കാര്യത്തിൽ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ദൈവപ്രമാണം ലംഘിച്ച് അവിടുത്തെ സ്നേഹം നിരസിക്കുന്നതാണ് മാരകപാപം. അതായത് ഒരു വ്യക്തി താൻ ചെയ്യുന്നത് പാപമാണ് എന്ന് പൂർണ്ണമായ അറിവുണ്ട്, ബോധ്യമുണ്ട്. ആ സ്വന്തം തീരുമാനമനുസരിച്ചും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദൈവപ്രമാണം ലംഘിച്ച്, അതൊരു വിചാരത്താലാകാം, വാക്കാലാകാം, പ്രവൃത്തിയാലാകാം, ഉപേക്ഷയാലാകാം, ഏത് തരത്തിലായാലും സ്വന്തം ഉത്തമമായ ബോധ്യത്തോടു കൂടി ദൈവപ്രമാണം ലംഘിച്ച് ദൈവത്തിൻ്റെ സ്നേഹം നിരസിക്കുന്നതാണ് മാരകപാപം. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്നേഹത്തിൻ്റെ ലംഘനം നിയമത്തിൻ്റെ ലംഘനം തന്നെയാണ്, അത് പാപമാണ് എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയിലുണ്ടാകുന്ന വിചാരമോ വാക്കോ പ്രവൃത്തിയോ ഉപേക്ഷയോ അത് ദൈവപ്രമാണത്തിൻ്റെ ലംഘനമാണ് എന്ന് പൂർണ്ണമായ അറിവും ബോധ്യവും ഉണ്ടായിരുന്നിട്ടും ദൈവപ്രമാണം ലംഘിച്ചുകൊണ്ട് ആ പാപം ചെയ്യുന്നതിനെയാണ് മാരകപാപം എന്ന് പറയുന്നത്. ഇനി മാരകപാപം എന്ന് പറയാനുള്ള കാരണമെന്ത്? ദൈവപ്രമാണങ്ങളുടെ ഗൗരവമായ ലംഘനം നമ്മുടെ ആത്മാവിൻ്റെ ജീവനാകുന്ന കൃപാവരത്തെ അഥവാ ദൈവിക ജീവനെ നശിപ്പിക്കുന്നതിനാലാണ് ഇതിനെ മാരകപാപം എന്ന് വിളിക്കുന്നത്. ദൈവപ്രമാണങ്ങളെ നമ്മുടെ പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും കൂടി ലംഘിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ജീവനാകുന്ന കൃപാവരത്തെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവിക ജീവനുണ്ട് അല്ലേ? അപ്പം കുഞ്ഞുമക്കളായ നിങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ദൈവിക ജീവനുണ്ട്. പക്ഷേ ദൈവപ്രമാണങ്ങളുടെ ഗൗരവമായ ലംഘനം മൂലം മാരകപാപം ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഈ ദൈവിക ജീവൻ നഷ്ടമാകുന്നു. അതുകൊണ്ടാണ് ദൈവപ്രമാണങ്ങളുടെ ഗൗരവമായ ലംഘനത്തെ മാരകപാപം എന്ന് വിളിക്കുന്നത്. മാരകപാപത്തോടെ മരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? എന്തായാലും നല്ല പ്രതിഫലം ഒന്നും ലഭിക്കില്ല അല്ലേ? അപ്പം നോക്കൂ, നിത്യമായ നരകശിക്ഷ ആണ് മാരകപാപത്തോടെ മരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. ലഘുപാപം എന്നാൽ എന്ത്? പാപകാരണം ലഘുവായിരിക്കുകയും പൂർണ്ണ അറിവിൻ്റെയും തീരുമാനത്തിൻ്റെയും അഭാവം ഉണ്ടായിരിക്കുകയും ചെയ്താൽ അത് ലഘുപാപമായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാനുള്ള സമയം പോലും ഇല്ലാതെ എടുത്തു ചാടി നാം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മിൽ നിന്നുണ്ടാകുന്ന ചില പാപങ്ങൾ, അത് ചിലപ്പോൾ പ്രവൃത്തിയാകാം, വാക്കാകാം, ചിന്തയാകാം. ലഘുപാപം ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം, ആ പാപം ചെയ്യാനുള്ളതിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ കാരണം വളരെ നിസ്സാരമായിരിക്കും. ലഘുപാപങ്ങൾ ആവർത്തിച്ച് ചെയ്യാമോ? നമ്മൾ നേരത്തെ പറഞ്ഞു, ലഘുപാപങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായ ചിന്തയോ ചിന്താശേഷിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കാം, നിസ്സാര കാരണമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ലഘുപാപങ്ങളെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല എന്നാണ്. ലഘുപാപങ്ങൾ മനസ്സാക്ഷി മലിനമാക്കും. നമ്മുടെ മനസ്സിനെ സ്വാഭാവികമായി മലിനമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ തിന്മ കൊണ്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ മാരക പാപത്തിലേക്ക് അത് നമ്മെ നയിക്കും. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് സാരമില്ല എന്ന് നമ്മൾ കരുതിയാൽ വീണ്ടും ആ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കുറ്റബോധമോ അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊരു ചിന്തയോ ഒന്നും ഉണ്ടാകില്ല. അത് ആവർത്തിച്ച് ചെയ്തു വരുമ്പോൾ എന്തായി മാറും? അത് മാരക പാപത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലഘുപാപങ്ങൾ ഒരിക്കലും ആവർത്തിച്ച് ചെയ്യാൻ പാടില്ല. ലഘുപാപത്തോടുകൂടി മരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? നോക്കൂ, ലഘുപാപത്തോടുകൂടി മരിക്കുന്നവർ ശുദ്ധീകരണത്തിന് വിധേയരാക്കപ്പെടും. ശുദ്ധീകരണത്തിന് ശേഷം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഇതൊരു സാധ്യത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ലഘുപാപം ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല, ശുദ്ധീകരണ സ്ഥലത്ത് പോയി ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാം എന്ന് ഈസിയായി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഈ ശുദ്ധീകരണ സ്ഥലമെന്ന് പറഞ്ഞാൽ വളരെ വേദനകളും നെടുവീർപ്പും കരച്ചിലും വിലാപവും ഒക്കെ ഉള്ള വളരെ കഷ്ടത നിറഞ്ഞ ഒരു സ്ഥലമാണ് ഏത്? ശുദ്ധീകരണ സ്ഥലം. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോയിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നൊരു സാധ്യത ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, ലഘുപാപം ചെയ്താലും ശുദ്ധീകരണ സ്ഥലത്ത് പോയാൽ മതിയല്ലോ എന്ന് ചിന്തിച്ച് ലഘുപാപങ്ങളെ നിസാരവൽക്കരിക്കരുത്.
ലഘുപാപങ്ങളും നമ്മെ മാരക പാപികൾ ആക്കാം. അതുമാത്രമല്ല, ലഘുപാപം ചെയ്ത് നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അവിടുത്തെ യാതനകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും. മൂലപാപങ്ങൾ ഏതൊക്കെയാണ്? നോക്കൂ: അഹങ്കാരം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, ഭോജനാസക്തി, അസൂയ, അലസത. ഇവയൊക്കെ മൂലപാപങ്ങളാണ്. ഇവയ്ക്കെതിരെയുള്ള പുണ്യങ്ങളെന്ന് പറയുന്നത് എളിമ, ഔദാര്യം, അടക്കം, ക്ഷമ, മിതഭോജനം, സ്നേഹം, ഉത്സാഹം. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ, പെരുമാറ്റത്തിൻ്റെ, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ട പുണ്യങ്ങളാണ് എളിമ, ഔദാര്യം, അടക്കം, ക്ഷമ, മിതഭോജനം, സ്നേഹം, ഉത്സാഹം എന്നിവ. ഈ സദ്ഗുണങ്ങളുള്ള ഒരു വ്യക്തി ഏറ്റവും മാന്യനും ദൈവസന്നിധിയിൽ സ്വീകാര്യനുമായി തീരും എന്നതിന് ഒരു സംശയവുമില്ല. കാരണം ഈ മൂലപാപങ്ങളിൽ നിന്നെല്ലാം മാറി ദൈവിക പുണ്യങ്ങൾ സ്വയം അഭ്യസിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ. അപ്പോൾ നിങ്ങൾ ഈ മൂലപാപങ്ങൾക്കെതിരായ ഈ പുണ്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അഹങ്കരിക്കേണ്ട പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എളിമ എന്ന പുണ്യം അഭ്യസിക്കണം. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും പണത്തോടോ മറ്റ് സാമ്പത്തിക കാര്യങ്ങളോടോ അമിതമായ ആഗ്രഹം തോന്നുമ്പോൾ നിങ്ങൾക്കുള്ള സാമ്പത്തിക നന്മ മറ്റുള്ളവർക്ക് ഔദാര്യമായി നൽകാൻ ഉള്ള മനോഭാവവും നിങ്ങൾ വളർത്തണം. നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്ന ഒരു വികാരമാണ് മോഹം. എന്തിനോടെങ്കിലുമോ അല്ലെങ്കിൽ ആരോടെങ്കിലുമോ അനിയന്ത്രിതമായ മോഹം നമുക്കുണ്ടാകുമ്പോൾ അടക്കമെന്ന പുണ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അഭ്യസിക്കണം. മറ്റൊരു ദുർഗുണമാണ് കോപം. കോപം അല്ലെങ്കിൽ ദേഷ്യം. നമുക്കെല്ലാവർക്കും ദേഷ്യവും കോപവും ഒക്കെ വരാറുണ്ടല്ലേ? നമുക്കിഷ്ടമില്ലാത്ത കാര്യം ഒരാൾ പറയുകയോ ചെയ്യാൻ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ നമുക്ക് ഈ കോപം അല്ലെങ്കിൽ ദേഷ്യം എന്ന ഒരു ദുർഗുണം, അതൊരു ദുർഗുണമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദേഷ്യമോ കോപമോ നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കുന്നതിന് മുന്നേ ക്ഷമ എന്ന പുണ്യം കൊണ്ട് അതിനെ അഭിമുഖീകരിക്കാനും നേരിടാനും കോപത്തെ അതിജീവിക്കാനും സാധിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, കോപം മനുഷ്യനെ മൃഗതുല്യനാക്കുന്നു, ആത്മനിയന്ത്രണം നശിപ്പിക്കുന്നു. കോപം ഒരു പട്ടിയെപ്പോലെ കുരയ്ക്കുന്നതിനും തെളിനെ പോലെ കുത്തുന്നതിനും സർപ്പത്തെ പോലെ ദംശിക്കുന്നതിനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്ന് വിശുദ്ധ ബേസിൽ പറയുന്നുണ്ട്. വിദ്വേഷം, പ്രതികാരം, ദേഷ്യപ്പെടൽ, പ്രഹരം, ശാപം, പ്രാക്ക്, സന്തുഷ്ടി തുടങ്ങിയവയ്ക്ക് ഇവ അവസരമൊരുക്കുന്നു. അപ്പോൾ കോപമെന്ന ഒരൊറ്റ പാപം കാരണം നമ്മിൽ കടന്നു വരുന്ന മറ്റനേകം സ്വഭാവ ദൂഷ്യങ്ങളും സ്വഭാവ വൈകൃത്യങ്ങളും പാപങ്ങളും എത്രയാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കോപമെന്ന പ്രധാന ദുർഗുണത്തെ ക്ഷമ എന്ന പുണ്യം കൊണ്ട് നേരിടാൻ അല്ലെങ്കിൽ തരണം ചെയ്യാൻ നിങ്ങൾ പരിശീലിക്കുക. ശരീരത്തിൻ്റെ ദുരാശയിൽ വരുന്ന പാപങ്ങളാണ് ഭോജനപ്രിയം, ജഡികാസക്തി, അലസത. ശരീരത്തിൻ്റെ ദുരാശ സുഖലോലുപതയാണ് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ഭക്ഷണപാനീയങ്ങളോട് അമിതമായ ആഗ്രഹം, നമ്മൾ പറയില്ലേ ആക്രാന്തം എന്നൊക്കെ, അവനവന് ആവശ്യമുള്ള, അവൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കാതെ അധികമായി കഴിക്കുന്നത് എന്താണ്? ഭോജനാസക്തിയാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുക, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്നത് എന്താണ്? മിതഭോജനം എന്ന പുണ്യമാണ്. ആ പുണ്യമാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. അല്ലാതെ ശരീരത്തിൻ്റെ ആ ഭക്ഷണത്തോടുള്ള ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുകയല്ല വേണ്ടത്. അതുപോലെ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനായി ദൈവം നൽകിയിരിക്കുന്ന ജഡിക സന്തോഷങ്ങൾ പാവനമായ ഭാര്യാഭർത്തൃബന്ധത്തിലല്ലാതെ ദുരുപയോഗിക്കുന്നത് ജഡികാസക്തിയാണ്. അത് പാപമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരം, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാത്മാവ് അതിൽ വസിക്കുന്നു. അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരത്തെ നാം മലിനമാക്കാൻ പാടില്ല. അത് വിശുദ്ധമായി സൂക്ഷിക്കണം. പ്രധാന ദുർഗുണങ്ങളും അവയെ അതിജീവിക്കാനുള്ള പ്രതിവിധികളും നോക്കൂ. അഹങ്കാരം ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കലാണ്. ദൈവത്തിന് നൽകേണ്ട മഹത്വം സ്വയം അവകാശപ്പെടുന്നതാണ്. അതായത് തനിക്ക് എന്തെങ്കിലും കഴിവുണ്ട് എങ്കിൽ അത് ദൈവം തന്ന ദാനമാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ആ കഴിവുകളെല്ലാം തൻ്റെ സ്വന്തമാണ് എന്നും ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം കഴിവിൽ സ്വയം അഭിമാനിക്കുന്നതാണ് അഹങ്കാരം.
ഉദാഹരണം, സ്വന്തം മഹത്വം അന്വേഷിക്കൽ, മറ്റുള്ളവരിൽ നിന്ന് അഭിനന്ദനം പ്രതീക്ഷിക്കൽ, സ്വന്തം നന്മകളെ വിലമതിക്കൽ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിലൂടെ വരുന്ന ക്രമക്കേടുകൾ വഴിയാണ് അഹങ്കാരം രംഗപ്രവേശം ചെയ്യുന്നത്. ഈ അഹങ്കാരത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് വ്യർത്ഥാഭിമാനം, അസംതൃപ്തി, അനുസരണക്കേട്, ദുസ്വാതന്ത്ര്യം, കപടഭക്തി പ്രകടനം തുടങ്ങിയവയാണ്. അതുകൊണ്ട് ഈ അഹങ്കാരം എന്ന ഒരു പാപത്തിൽ നിന്ന് എന്തെല്ലാം പാപങ്ങളാണ് നാം അറിയാതെ നമ്മിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അഹങ്കാരം എന്ന പാപം നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ എളിമ എന്ന പുണ്യം അഭ്യസിക്കണം. നോക്കൂ, അസൂയ മറ്റുള്ളവരുടെ നന്മയിൽ അല്ലെങ്കിൽ ഉയർച്ചയിൽ, സൗന്ദര്യത്തിൽ ഒക്കെ നമുക്ക് ഒരു ദുഃഖമുണ്ടായാൽ അതാണ് അസൂയ. ഈ അസൂയ നമുക്കുണ്ടാകുമ്പോൾ തുടർന്ന് വരുന്ന മറ്റു പാപങ്ങളാണ് വിദ്വേഷം, കലഹം, പരദൂഷണം, തരം താഴ്ത്തുക, അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുക തുടങ്ങിയവയെല്ലാം ഈ അസൂയ എന്ന പാപത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, പ്രധാന ദുർഗുണങ്ങളിലൊന്നായ അസൂയയെ സ്നേഹമെന്ന വലിയ പുണ്യം കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് സാധിക്കണം. കണ്ണുകളുടെ ദുരാശ അല്ലെങ്കിൽ ദ്രവ്യാശ, ലൗകിക സമ്പത്തിനുള്ള അമിതമായ ആഗ്രഹം, ധനത്തിനു വേണ്ടി, പേരിനും പ്രശസ്തിക്കും സുഖേച്ഛയ്ക്കും വേണ്ടി ധനം സമ്പാദിക്കുക, തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുകയും അടുത്തുള്ള ദരിദ്രന് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുക, ഇവ ദ്രവ്യാശയിൽ പെടുന്നതാണ്. പണം സമ്പാദിക്കുക തെറ്റല്ല, പക്ഷേ ആ സമ്പാദിക്കുന്ന പണം പാവപ്പെട്ടവനെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ദരിദ്രരെ കൂടെ കൈതാങ്ങാനും അവരെ സഹായിക്കാനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് അർത്ഥപൂർണവും മൂല്യമുള്ളതുമായി തീരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ 2 വചനങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുക. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം പണം സമ്പാദത്തിലാകരുത്, അതിൽ ദൈവാശ്രയത്തിലാകണം, ദൈവവിശ്വാസത്തിലാകണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയുമാണ്. അത് അന്വേഷിച്ച് കഴിയുമ്പോൾ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകും. ഈ 2 വചനങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടണം. അത് നിങ്ങളുടെ ഭൗതികവും ആത്മീകവുമായ ജീവിതത്തിൽ പതർച്ചകളുണ്ടാകാതെ, ഇടർച്ചകളുണ്ടാകാതെ നിങ്ങളെ വളരെയധികം സംരക്ഷിക്കും. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പാപവും അത് ദൈവസന്നിധിയിൽ എത്തപ്പെടും. ദൈവ തിരുമുൻപിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന ചില പാപങ്ങളുണ്ട്. ഇവയാണ് മനഃപൂർവ്വമായി കൊലപാതകം ചെയ്യുന്നത്, പ്രകൃതി വിരുദ്ധമായി പാപം ചെയ്യുന്നത്, ദരിദ്രരെ ഞെരുക്കുന്നത്, അതായത് വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത പൈതങ്ങളെയും പീഡിപ്പിക്കുന്നത്, വേലക്കാരുടെ കൂലി വഞ്ചിച്ചെടുക്കുന്നത്, ഇവയെല്ലാം ദൈവ തിരുമുൻപിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങളാണ്. നോക്കൂ, പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ, രക്ഷ കിട്ടുകയില്ല എന്ന നൈരാശ്യം. നമ്മൾ പാപം ചെയ്തു, ദൈവസന്നിധിയിൽ ഞാൻ തെറ്റുകാരനാണ്, എനിക്കിനി രക്ഷയില്ല എന്ന് നാം ചിന്തിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. യോഗ്യത കൂടാതെ രക്ഷ കിട്ടുമെന്ന അഹംഭാവം. നാം തെറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ പാപം ചെയ്തിട്ടും ഒരിക്കലും അനുതപിക്കുകയോ പശ്ചാത്തപിക്കുകയോ കുമ്പസാരത്തിൽ ഏറ്റുപറയുകയോ ചെയ്യാതെ, ഒരു യോഗ്യത കൂടാതെ നമുക്ക് രക്ഷ കിട്ടും, ദൈവം രക്ഷിക്കും എന്ന സ്വയം അഹംഭാവം, അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. സത്യമാണെന്നറിഞ്ഞതിനെ എതിർക്കുന്നത്. ഒരു കാര്യം സത്യമാണെന്ന് നമുക്കറിയാം, എന്നാലും അത് സമ്മതിച്ചു കൊടുക്കാതെ അത് തെറ്റാണ്, കള്ളമാണ് എന്ന് നാം സാക്ഷിക്കാൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ചില സത്യങ്ങൾ നമ്മെ വേദനിപ്പിക്കുമായിരിക്കും, പക്ഷേ സത്യമെന്നും സത്യമാണ് എന്നും നിങ്ങൾ നിലകൊള്ളേണ്ടത് സത്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരു കാര്യം സത്യമാണെന്ന് അറിയാമെങ്കിൽ അതിനെ ഒരിക്കലും എതിർക്കരുത്, അത് അംഗീകരിക്കണം. അന്യൻ്റെ ആത്മീയ നന്മയിൽ അസൂയപ്പെടുന്നത്, അതായത് മറ്റുള്ളൊരാൾക്ക് ആത്മീയമായി ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖം, അതാണ് അസൂയ, അല്ലേ? അപ്പോൾ അന്യൻ്റെ ആത്മീയ നന്മയിൽ നമ്മൾ അസൂയപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അതുപോലെ അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. നാം എത്ര തെറ്റ് ചെയ്താലും അതിലെല്ലാം സ്വയം ന്യായീകരണങ്ങൾ കണ്ട് ഇത് സാധാരണ എല്ലാവരും ഒക്കെ ചെയ്യുന്ന തെറ്റ് തന്നെ, ഇത് ഞാൻ മാത്രം ചെയ്യുന്നതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നാം സ്വയം തെറ്റുകളെ ന്യായീകരിക്കാറുണ്ട്. അതിലൊരിക്കലും ഒരു അനുതാപമോ പശ്ചാത്താപമോ ഉണ്ടാകാതെ ജീവിക്കുന്നത്, ആ പാപത്തിൽ തന്നെ ജീവിക്കുന്നത്
പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ഇങ്ങനെ ഒരിക്കലും അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിച്ച് അന്ത്യസമയത്ത് പോലും അനുതപിക്കാതെ മരിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. മരണസമയത്ത് പോലും ഞാൻ തെറ്റ് ചെയ്തു പോയി, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ മനസ്സ് കാണിക്കാതെ ആ പാപത്തിൽ തന്നെ മരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, പാപം എങ്ങനെ ഉത്ഭവിക്കുന്നു എന്നും പാപം നമ്മിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നും നമ്മിൽ പാപം ഉണ്ടായാലുള്ള ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് എന്നും ദൈവത്തിൽ നിന്ന് നാം എങ്ങനെ അകലുന്നു എന്നും ഒക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പാപം നിങ്ങളെ മലിനമാകാതിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിനെ, മനസ്സാക്ഷിയെ, അതുപോലെ ശരീരത്തിനെ, നിങ്ങളുടെ വിശുദ്ധമായ ആത്മാവിനെ ഒക്കെ പാപത്തിൽ നിന്ന് മുക്തമാക്കി വിശുദ്ധിയോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.